ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റേഴ്സ് ട്യൂഷൻ സെൻറ്റർ മടത്തുംപടി. നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ക്ലാസ് 12 ഫിസിക്സിലെ ചാപ്റ്റർ 1 പാർട്ട് 4 ആണ്. കൂളംസ് ലോ. വാട്ട് ഈസ് കൂളംസ് ലോ? കൂളംസ് ലോ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞേക്കാം. സപ്പോസ് ദീസ് ആർ ടു കണ്ടക്ടേഴ്സ്. ഇത് രണ്ട് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. അതായത് വൈദ്യുതിയെ കടത്തിക്കൊണ്ടു പോകാൻ കഴിവുള്ള രണ്ട് മെറ്റൽസ് ആയിക്കോട്ടെ. സപ്പോസ് കോപ്പർ ആയിക്കോട്ടെ. നമ്മൾ അതിനെ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യണം. ബാറ്ററിയുടെ വലിയ വര പോസിറ്റീവിനെയും ഈ ചെറിയ വര നെഗറ്റീവിനെയും സൂചിപ്പിക്കുന്നത്. ബാറ്ററിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വലിയ വര എന്താണ്? പോസിറ്റീവ്. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ എന്താണ്? പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. ഇവിടെ നെഗറ്റീവ്. സോ ഈ സൈഡിലൊക്കെ എന്താണ്? നെഗറ്റീവ് ചാർജസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നോക്കിയാൽ ഒരു സ്ഥലത്ത് പോസിറ്റീവ് ഒരു സ്ഥലത്ത് നെഗറ്റീവ് ആണെങ്കിൽ അവർ തമ്മിൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ. സോ നമ്മൾ ഡയറക്ഷൻ കാണിക്കുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എയർ ആണ്. ഇതിനുള്ളിൽ എന്താണ്? എയർ ആണ്. ദിസ് ഈസ് എയർ. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നും കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നില്ല. കുറച്ച് പേര് മാത്രമേ ഇവിടെ എത്തിച്ചേരുന്നുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞത്? അതായത് ഇവിടുന്ന് ഒരു 12 പേര് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇവിടെ എത്തിച്ചേർന്നത് വെറും ഒരു 6 പേര് അല്ലെങ്കിൽ 4 പേര്. ഇവിടെ എത്ര പേരുണ്ട്? 4 പേരെ കാണിച്ചിട്ടുള്ളൂ. കണ്ടോ? സോ 4 പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ഒരു 8 പേരുണ്ടല്ലോ, അവർക്ക് എന്ത് സംഭവിച്ചു? അതാണ് ചോദ്യം. ലൈക്ക് ദിസ്. നോക്കൂ, കണ്ടോ? ഓരോ സ്ഥലത്തു നിന്നും വേറെ എക്സ്ട്രാ കുറെ ആൾക്കാർ വരുന്നുണ്ട്. കണ്ടോ? പക്ഷെ അവരൊക്കെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നു. ഇവിടെ എത്തിച്ചേരുന്നില്ല. അതിനർത്ഥം അവരാരോ അവിടെ തടഞ്ഞു എന്നാണ്. അല്ലെങ്കിൽ അവരെ ആരോ അബ്സോർബ് ചെയ്തു. രണ്ട് മീനിങ് നമുക്ക് എടുക്കാം. ഒന്ന്, ആരെങ്കിലും തടഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ അബ്സോർബ് ചെയ്തു, സ്വീകരിച്ചു. സപ്പോസ് 12 ലൈൻസ് ഇവിടെ നമ്മൾ എണ്ണി നോക്കിയാൽ അറിയാം. 12 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അതായത് പോസിറ്റീവ് ചാർജ് ടെൻസ് ടു സെൻഡ് 12 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. 12 സെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു, സെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ഇവിടെ എയറിലൂടെ കടന്നുപോയി ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഓൺലി 4. സോ 8 of them are absorbed by the air or എന്താണ്? resisted by the air. that capacity of resistance അല്ലെങ്കിൽ ആ അബ്സോർബിംഗ് കപ്പാസിറ്റി എബിലിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്സിലെ എയർ റെസിസ്റ്റൻസ്. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് പെർമിറ്റിവിറ്റി ഓഫ് എയർ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ടേം പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി എന്താണ്? എയർ ഇത്രേ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? എയർ എത്രത്തോളം അബ്സോർബ് ചെയ്തു? 8 അബ്സോർബ് ചെയ്തു. ദാറ്റ് ഈസ് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് എയർ. എന്നാൽ എയറും ഇല്ല, ഇവിടെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പറയും ഫ്രീ സ്പേസ് എന്ന് പറയും. എന്ത് പറയും? ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എപ്സൈൽ നോട്ട്. ഓക്കെ, ഇങ്ങനെ ലെറ്റർ കൊണ്ട് ഉപയോഗിക്കുന്നത്. അത് എയർ ആണെങ്കിൽ ഇവിടെ എയർ എന്ന് എഴുതണം. ഓക്കെ, ഏത് മീഡിയമാണ്? ആ മീഡിയത്തിന്റെ സിമ്പിൾ ഇവിടെ നമ്മൾ കാണിക്കണം. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇൻ കേസ് ഓഫ് ഫ്രീ സ്പേസ്, എയർ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പെർമിറ്റിവിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇറ്റ് ഈസ് റീഡ് ആസ് എപ്സൈലൻ നോട്ട് 0. ഓക്കെ, ലൈക്ക് ദിസ്. എപ്പോഴാണ് അങ്ങനെ സംഭവിക്കുക? ഈ ഫീൽഡ് ലൈൻസ് ഒന്നും എന്താണ്? എയറിലൂടെ അല്ല കടന്നു പോകുന്നത്, മറിച്ച് ഒന്നുമില്ല, ഫ്രീ വാക്വം. ആ സന്ദർഭത്തിലെ പെർമിറ്റിവ് ഓഫ് വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസിനെ വി കോൾഡ് ആസ് എപ്സൈലൻ നോട്ട് 0. ക്ലിയർ? ഓക്കെ. ഇനി ഇതിന്റെ ഇടയിലേക്ക് നമ്മളൊരു ഇൻസുലേറ്റർ കൊണ്ടുവന്ന് വെക്കുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു ഇൻസുലേറ്റർ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഇൻസുലേറ്ററിന്റെ പ്രത്യേകത നമുക്കറിയാലോ. അതിന്റെ റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. മീൻസ് അത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടില്ല. പെർമിറ്റിവിറ്റി കൂടുതലാണ്. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ഒരു ഫീൽഡ് ലൈൻ ഇവിടെ എത്തുന്നില്ല. സോ പോസിറ്റീവ് ചാർജ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും, നെഗറ്റീവ് ചാർജ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മൾ ഇങ്ങനെയാണ് കപ്പാസിറ്റർ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കാം. ഒരു മെറ്റലിന്റെ ഇവിടെ വെക്കുക, ഒരു പ്ലാസ്റ്റിക് നടുവിൽ വെക്കുക, ഇപ്പുറത്തൊരു മെറ്റൽ വെക്കുക. രണ്ട് മെറ്റലും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കപ്പാസിറ്ററായി. ക്ലിയർ ആണോ? കപ്പാസിറ്ററും കപ്പാസിറ്റൻസ് ഒക്കെ നമ്മൾ പിന്നീട് വരുന്ന ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിക്കും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടേം ഇത്രയേ ഉള്ളൂ. പെർമിറ്റിവിറ്റി എന്താണ്? അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? ഓക്കെ. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഇസ് നോൺ ആസ് എപ്സൈലൻ നോട്ട് 0. ക്ലിയർ? ഓക്കെ. കൂളംസ് ലോ. എന്താണ് കൂളംസ് ലോ ശരിക്കും പറയുന്നത്? ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ റേഡിയസും അവരുടെ ഡിസ്റ്റൻസും അത് കമ്പയർ ചെയ്യുമ്പോൾ
ആ ഡിസ്റ്റൻസിനേക്കാളും വളരെ കുറവാണ് ഈ ചാർജിന്റെ റേഡിയസ് എങ്കിൽ നമ്മൾ പറയും അത് പോയിന്റ് ചാർജ് ആണെന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് ചാർജസ്. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടിട്ടുണ്ടാവും. സപ്പോസ് there is two body m1 and m2 separated by a small distance d or any distance d. Then we called F is directly proportional to m1 m2 and inversely proportional to d square, and F is equal to g m1 m2 divided by d square. This is Newton's law of gravitation. Similar to this equation, എന്താണ് the force between 2 point charges, suppose 2 point charges plus q and again another point charge plus q, it is separated by a distance small r, then it is directly proportional to the product of the magnitude of the each charges. അതായത് F is directly proportional to q1 q2. Clear? And the second one നമ്മൾ ഇപ്പോൾ എഴുതിയിട്ടില്ല പറയും. Second one is inversely proportional to square of the distance between them. Okay, when you compare this, ഇത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ F directly proportional to q1 q2 and inversely proportional to r square. Clear? This is Coulomb's law. ഇതാണ് Coulomb's lawന്റെ expression. So it is inversely proportional to the square of the separation between their centers directed along the separation vector connecting their centers. അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന സെന്ററുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിന് എലോങ് ആയിരിക്കും ആ ഫോഴ്സ്. ദ ഫോഴ്സ് മേ ബി റിപ്പൾസീവ് ഓർ അട്രാക്റ്റീവ്. സപ്പോസ് പ്ലസ് ക്യൂവും തമ്മിലാണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അവർ രണ്ടുപേരും പരസ്പരം എന്താണ് അകന്നു പോകും. ഓക്കെ, റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ക്ലിയർ? സോ എവേ ഫ്രം ദി ലൈൻ, ഇവരെ സെന്ററിൽ നിന്ന് അകന്നു പോകും. നേരെ മറിച്ച് പ്ലസ് ക്യൂ ഒരു മൈനസ് ക്യൂമാണ് അടുത്ത് വരുന്നതെങ്കിലോ അവർ സെന്ററിലേക്ക് അടുക്കും. ക്ലിയർ? ദിസ് ഈസ് അട്രാക്ഷൻ. മറ്റേതെന്താണ് ആദ്യം പറഞ്ഞത്? റിപ്പൾഷൻ. ഓക്കെ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ചർച്ച ചെയ്തത്. സോ there is two charges q1 and q2 separated by a small distance r. Then the force between these two charges is directly proportional to the product of the magnitude of each charges and inversely proportional to the square of the separation of the charges, and it is act along the separation vectors connecting their centers. We will discuss about more about vectors in the vector form of Coulomb's law in next video. Okay, so this relationship is known as Coulomb's law. ചാൾസ് അഗസ്റ്റിൻ കൂളം, ഫ്രാൻസിലുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കൂളംസ് ലോവിന്റെ ഡെഫിനിഷൻ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. The force between 2 point charges is varied inversely as the square of the distance between the charges. ഇവിടെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡെഫിനേഷനിൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആൻഡ് വാസ് ഡയറക്ട്ലി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് കേട്ടോ, ആൻഡ് വാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടു ചാർജസ് ആൻഡ് ആക്റ്റഡ് അലോങ് ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഡെഫിനേഷൻ ഇങ്ങനെയാണ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. So let us consider two charges separated by small r. Then what is the formula? F is equal to q1 q2 divided by r square. Okay, നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഡയറക്ഷൻ സൈൻ കളയാൻ പറ്റുള്ളൂ. So according to this concept, the force between 2 point charges varied inversely. So first one ഈ ഡെഫിനിഷനിൽ പറയുന്നത് inversely proportional to the distance. Okay, this is the first case, inversely, and was directly proportional to the product of the magnitude of the two charges. So second one is says that it is F directly proportional to q1 q2. Clear? Okay, then F is equal to F directly proportional to q1 q2 divided by what? r square. Clear? ഇവിടെ ഈ ഡയറക്ഷൻ സൈൻ കളയണമെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, constant is known as k. Sometimes ചിലവർ c എന്ന് എഴുതാറുണ്ട്. ke. Clear? q1 q2 divided by r square in the direction of unit vector r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ. ഓക്കെ, ഇനി ke ന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇൻസ്റ്റെഡ് ഓഫ് k you can write 1 divided by 4 pi epsilon naught 0. What is this epsilon naught 0? നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണത്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് എന്താണ്? ഫ്രീ സ്പേസ്. ഓർമ്മയുണ്ടോ നേരത്തെ സാർ പറഞ്ഞത്? ഓക്കെ, സോ
the value of k is equal to 1 divided by 4 into 3.14, that is pi into permittivity of free space. Clear ano? Okay. So in SI units, the value of k is about 9 into 10 raised to 9. Okay. Epsilon naught 0 is known as permittivity of free space. Okay, clear? And its value in SI unit, in the value the value is 8.854 into 10 raised to minus 12 c square n minus 1 meter minus 2 Newton, the Coulomb. Okay, what are the unit and dimensions of epsilon naught 0 എന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ F is equal to 1 divided by 4 pi epsilon naught 0 into Q1 Q2 by R square. ഇവിടെ epsilon naught 0 നമ്മൾ ഇങ്ങോട്ട് F താഴേക്ക് എടുക്കുക. So epsilon naught 0 is equal to 1 divided by 4 pi F into Q1 Q2 by R square. അതിനുശേഷം F ന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. Q1 Q2 എന്ന് പറഞ്ഞാൽ Q1 ചാർജിന്റെ യൂണിറ്റ് കൂളം ആണ് C dot C divided by R square ന്റെ യൂണിറ്റ് m square. So this is the unit. Clear? Okay. ഇനി നമുക്ക് എന്താണ് ഡയമെൻഷൻ നോക്കാം. അതിന് മുന്നായിട്ട് when two charges have the same sign, അതായത് പോസിറ്റീവ് ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അത് റിപ്പൾസീവ് ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വെക്ടർ ഫോം പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ. when two charges have the opposite sign, പോസിറ്റീവ് നെഗറ്റീവും ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും, അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും നമുക്ക് കാണപ്പെടാം. ഓക്കെ. ഇനി നമുക്ക് ചാർജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ചാർജ് കറന്റിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കറന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? dq ഡിവൈഡഡ് ബൈ dt, അതായത് ചാർജ് ഡിവൈഡ് ബൈ ടൈം. കണ്ടോ? അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതാണ് ആ റിലേഷൻ സാർ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് എന്ത്? dq എന്തായിരിക്കും? ചാർജ് ഇൻറ്റു ടൈം, ഇത് കറന്റ് ഇൻറ്റു ടൈം. സോ dq ഇസ് ഈക്വൽ ടു എന്താണ്? കറന്റ് ഇൻറ്റു എന്താണ്? ടൈം. ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ നമ്മൾ കിട്ടുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് ഓഫ് കറന്റ് എന്ന് പറഞ്ഞാൽ ആംബിയർ ആണ്, ടൈം സെക്കൻഡ് ആണ്, ചാർജ് കൂളംബ് ആണ്. സോ ഡയമെൻഷൻ ഫോർമുല ഓഫ് കൂളംബ് എന്തായിരിക്കും? എന്താണ് ഡയമെൻഷൻ ഫോർമുല ഓഫ് കൂളംബ് ഇസ് ഈക്വൽ ടു ഇവിടെ കറന്റ് ഇൻറ്റു ടൈം ആണ് ഈ ചാർജ് എന്ന് പറഞ്ഞത്. ഓക്കെ. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളംബ് ആണ്. അപ്പൊ കറന്റിന്റെ യൂണിറ്റ് ആംബിയർ, ടൈമിന്റെ യൂണിറ്റ് ടൈം ടി അല്ലേ? സോ ദിസ് ഈസ് ദി എന്താണ് ഡയമെൻഷൻ ഫോർമുല ഫോർ ചാർജ്. ഓക്കെ, ക്ലിയർ? സോ what is epsilon 0? 1 divided by n into c dot c divided by m square നമ്മൾ നേരത്തെ കണ്ടു. what is c dot c? എന്നുള്ള ചാർജ് ഇൻറ്റു ചാർജ്. ഇപ്പൊ നമുക്ക് കണ്ട യൂണിറ്റ് AT ഇൻറ്റു AT. ഓക്കെ, ഡയമെൻഷൻ ഫോർമുല. ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് MLT-2 അല്ലേ? നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. ആൻഡ് മീറ്റർ സ്ക്വയർ നമുക്കറിയാം L സ്ക്വയർ, ലെങ്ത് ആണ്. സോ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ 2 തവണ c വരും, ദാറ്റ് ഈസ് AT ഇൻറ്റു AT divided by MLT raised to minus 2 L square. നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്? m raised to minus 1, താഴെ ഒരു m ഉള്ളൂ, L raised to minus 3. അതെന്താ? താഴെ L ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ 2 ഉണ്ട്, നമുക്ക് കൂട്ടുമ്പോൾ 3, മുകളിലേക്ക് എടുത്ത് എഴുതുമ്പോൾ raised to minus 3. T താഴെ -2 ഉണ്ട്, മുകളിലേക്ക് എടുത്ത് എഴുതുമ്പോൾ അത് 2 ആവും, മുകളിൽ 2 t ഉണ്ട്, അപ്പോൾ t raised to 4. A 2 ഉണ്ട് മുകളിൽ A square. This is the dimension formula for permittivity of free space epsilon naught 0. Okay. And F0 എന്താണ്? F0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് അറ്റ് ഫ്രീ സ്പേസ്. അപ്പൊ ആക്ച്വലി 1 divided by 4 pi epsilon naught 0 into Q1 Q2 divided by R square എന്ന് നമ്മൾ പറയുമ്പോൾ that is the force between the charges in a free space. Clear? So in a certain media, suppose in air or in any other media, what is the force? അങ്ങനെയാണെങ്കിൽ നമ്മൾ FM എന്ന് പറയും. M means media. Okay, media. അപ്പൊ ആ epsilon naught 0ന്റെ സ്ഥലത്ത് നമ്മൾ m എന്ന് ചേർക്കും. ക്ലിയർ ആണോ? ദിസ് ഈസ് ഇൻ എ മീഡിയം, ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എ മീഡിയം. ഡിവൈഡ് ദിസ് F0 വിത്ത് FM. F0 നെ നമ്മൾ FM കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ F0 ഡിവൈഡ് ബൈ FM ഇസ് ഈക്വൽ ടു എന്ത് സംഭവിക്കുക? എല്ലാം വെട്ടിപ്പോകും. ഓൺലി എന്ത് മാത്രം ഉണ്ടാവും? EM ഡിവൈഡ് ബൈ E0. അതെന്താണ് സാറേ? മനസ്സിലായില്ലല്ലോ, നോക്കിക്കോളൂ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതും വെട്ടിപ്പോകും. ക്ലിയർ? ഓക്കെ, താഴെ കിടക്കുന്ന ഈ 4 പൈയും വെട്ടിപ്പോകും. ദെൻ 1 divided by epsilon naught 0 divided by 1 divided by EM epsilon naught m. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 1 divided by epsilon naught 0നെ അത് ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കണ്ടേ? തിരിച്ചിട്ട് ഗുണിക്കണോ? ഡിവൈഡ് ബൈ m. സോ 1 get cancelled. The answer is epsilon naught m divided by epsilon naught 0. Clear? Okay, and we denote it as epsilon naught r.
ഈ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്താ പറയാം, എപ്സിലോൺ നോട്ട് എന്താണ് ആർ എന്നാണ് പറയാം. ഓക്കെ, ക്ലിയർ? സോ ഇറ്റ് ഈസ് നോൺ ആസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, സോ F0 divided by Fm is equal to, ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി EM by E0 എന്ന് പറയുകയാണ്. ജസ്റ്റ് ഒന്ന് പറയുകയാണ്, E എന്ന് പറയാൻ പാടില്ല, പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് കണ്ടെത്തുന്ന ഒരു കാര്യം, ഇത് രണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, സോ ഈ എപ്സിലോൺ 0യും ഇതും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ അല്ലെങ്കിൽ EM E0 ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങനെ കിട്ടും. F0 into E0 is equal to EM into F. ക്ലിയർ? ഇതിനകത്ത് FM അവിടെ നിർത്തി കഴിഞ്ഞാൽ EM നമുക്ക് താഴേക്ക് എടുക്കാം. അപ്പോൾ എങ്ങനെ വരും കണ്ടോ, EM നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ F0 E0 divided by EM is equal to FM. സോ നമുക്കൊരു ഫോർമുല കിട്ടി, എന്താണത്? FM is equal to F0 E0 divided by EM. Then we know that EM by E0 ER ആണ്. EM by E0 ER ആണ് അല്ലേ? ക്ലിയർ ആണോ? EM by E0 എന്താണ്? ER ആണ്. അപ്പോൾ E0 by EM എന്തായിരിക്കും? അതായത് ഇതൊന്ന് തിരിച്ചിടാം. ലുക്ക്, ഇവിടെ നോക്കൂ, ഇവിടെ മാത്രം നോക്കൂ. EM by E0 എന്താണ്? ഈസ് ER ആണ്. ഇതൊന്ന് തിരിച്ചിട്ടാലോ? E0 മുകളിൽ എഴുതി EM താഴെ കൊണ്ടുവന്നാലോ? ഇത് തിരിയണം അല്ലേ? ഏതൊരു സംഖ്യയുടെ താഴെ 1 ഉണ്ട്, തിരിച്ചിടുമ്പോൾ 1 by എപ്സിലോൺ നോട്ട് R ആവും. നമ്മൾ ഈ ഫോർമുലയിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ? കണ്ടോ, അതിനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് യു ക്യാൻ റൈറ്റ് 1 divided by എപ്സിലോൺ നോട്ട് R. സോ FM is equal to F0, this F0 into 1 divided by epsilon naught R. That is FM is equal to F0 divided by epsilon naught R. Clear? Okay. Then വീണ്ടും നമുക്ക് ഇത് ഒന്നുകൂടി എടുത്ത് എഴുതാം. EM divided by 0 is equal to ER. EM is equal to E0 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. That is ER into E0. So FM is equal to, look, FM ന്റെ ഫോർമുല ഒരു EM ഉണ്ട് കണ്ടോ? Look at this. F ന്റെ ഫോർമുല കണ്ടോ? This FM is equal to 1 by 4 pi epsilon naught M. And this epsilon naught M, instead of it you can write what? ER into E0. കിട്ടിയോ? മനസ്സിലായോ? So this is the formula. ഇതാണ് അതിന്റെ ഫോർമുല. എന്താണ് ഫോർമുല? FM is equal to 1 divided by 4 pi epsilon naught R into epsilon naught 0 into Q1 Q2 divided by R square. What is epsilon naught R? Relative permittivity. What is epsilon naught 0? Permittivity of the free space. Okay. So ഈ രണ്ട് ഫോർമുലയും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കാം. ക്ലിയർ? In order of Coulomb's law to be valid, several conditions need to be fulfilled. The charges must have a spherically symmetric distribution. That means, for example, ഒരു ബോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ബോളിന്റെ എല്ലാ ഭാഗത്തും ചാർജസ് ഉണ്ടാവണം. സ്പെറിക്കലി ഡിസ്ട്രിബ്യൂഷൻ അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ദ ചാർജസ് മസ്റ്റ് നോട്ട് ബി ഇൻ കോൺടാക്ട്, തമ്മിൽ കോൺടാക്റ്റിൽ വരാൻ പാടില്ല. ദ ചാർജസ് മസ്റ്റ് ബി സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ, അതായത് അവർ മൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ. നമുക്ക് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അതിന്റെ മാസുകളാണ് എടുക്കേണ്ടത്. M1 M2 divided by d square into g. ഓക്കെ. ദെൻ കമ്പയർ ടു ദിസ് ഇക്വേഷൻ, രണ്ട് ഇക്വേഷനും ഏകദേശം സെയിം പോലെ ഇരിക്കുന്നത്. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, മറ്റേത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നമ്മളിപ്പോൾ ഒരു ന്യൂക്ലിയസിന്റെ അകത്തുള്ള രണ്ട് പ്രോട്ടോണുകൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു പ്രോട്ടോൺസ്. ദാറ്റ് ഈസ് 10⁻36 ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്ലിയർ ആണോ? അപ്പോൾ ബട്ട് നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അതായത് രണ്ടുപേരും പോസിറ്റീവ് ചാർജ് ആണല്ലോ, പിന്നെ എങ്ങനെയാണ് അവർ ശരിക്കും റിപ്പൽ ചെയ്യേണ്ടത് അറിയാം. അവിടെ നമ്മൾ ന്യൂക്ലിയസിന്റെ അകത്ത് പിടിച്ചു നിർത്തുന്ന മറ്റേതോ ഒരു ഫോഴ്സ് അവിടെയുണ്ട്. നമ്മളതിനെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നോ അങ്ങനെയൊക്കെ വിളിക്കാം. പക്ഷെ എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്നുള്ളത് ഫുൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഭാവിയിൽ എക്സ്പ്ലോർ ചെയ്യുകയായിരിക്കാം. ഓക്കെ. സോ അത് നമ്മുടെ ടോപ്പിക് അല്ല. That's all about Coulomb's law. Thank you. Please subscribe to our YouTube channel for new updated videos. Please join our online tuition for more videos. Study at home. Contact 9747977418. Email sunny771988@gmail.com. Thank you. Thank you once again.